മാഷാ അല്ലാഹ്. നമ്മളെ പ്രിയപ്പെട്ട മക്കള് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഈ മഹല്ലിലെ ആൾക്കാരെങ്ങനെയെന്ന് അറിയില്ല. നമ്മളെ മക്കളെ കെട്ടിച്ചയക്കുമ്പോൾ ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഏറ്റവും നല്ല സ്വർണ്ണാഭരണം അണിഞ്ഞ് മണവാട്ടി ചമഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, മോളെ നീ ഒളുവെടുത്തിട്ടുണ്ടോ? ജീവിതത്തിൽ ഏറ്റവും പരിശുദ്ധമായ വഴിയിലേക്ക് കടക്കാൻ പോവുകയാണ് അല്ലേ? മോളെ ളുഹ്ർ നമസ്കരിച്ചോ? അസറിന്റെ സമയമായി, അസർ നമസ്കരിച്ചോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ, മോളെ നീ മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണ്, അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കണേ, നിന്റെ വീട് പോലെയല്ല, അടുത്ത ഉപ്പാനെയും ഉമ്മാനെയും സ്നേഹിക്കണേ, അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഭർത്താവിനെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി വൃത്തിയോടുകൂടി വെടിപ്പോടുകൂടി നീ നോക്കിക്കാണണേ, അവരെല്ലാം വീടിന്റെ വിളക്കായി നീ മാറണേ മോളെ. അങ്ങനെ ഒരു ഉപദേശം നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഏറ്റവും നല്ല സ്വർണം നമ്മൾ മേടിച്ചിട്ടുണ്ട്, ഏറ്റവും നല്ല ഡ്രസ്സ്, കല്യാണം പൊടിപൊടിയായി കഴിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഉപദേശം, ഒരു കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ബേജാറാവൊന്നും വേണ്ട, ഇതാ കൗൺസിലിംഗ്. അങ്ങനെ മക്കൾക്കൊരു ഉപദേശം കൊടുത്താൽ ആ മോള് ഭർത്താവിന്റെ വീട്ടിലെത്തി ആദ്യ രാത്രി കഴിഞ്ഞ് രാവിലെ എണീറ്റ് ഉപ്പ അതാ പേപ്പർ വായിക്കുന്നു, ഉപ്പാ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഉപ്പ ഇങ്ങനെ അന്തം വിട്ടുപോയി. ആദ്യമായിട്ടാണ് ഒരാൾ സലാം പറയുന്നത്. ഉപ്പ ഇതാ ഈ ചായ കുടിച്ചോ, നല്ല കടുപ്പത്തിലുള്ള ചായ. എന്റെ അടുത്ത പാത്തുമ്മാനെ കല്യാണം കഴിച്ചിട്ട് 65 കൊല്ലായി. ഇതുപോലത്തെ ഒരു ചായ ഓൾ ഇതുവരെ ഉണ്ടായി തന്നിട്ടില്ല. ഒത്ത മധുരം, ഒത്ത കടുപ്പം, ഒത്ത ചായ. അൽഹംദുലില്ലാ. ഉപ്പ ഇതാ നിങ്ങളെ ഗുളിക, ചെയ്താ നിങ്ങളെ പഞ്ചസാരന്റെ കൊളസ്ട്രോളിന്റെ നിങ്ങളെ BP-ന്റെ ഗുളിക, ചെയ്താ ഇത് കഴിക്കണേ, നിങ്ങൾ മറക്കരുതേ. BP-ന്റെ ഗുളി എപ്പോഴും കഴിക്കണം. ചെറിയ കുഞ്ഞു ഗുളിയാണ്, പക്ഷെ കഴിക്കണേ. നിങ്ങളെ ഡ്രസ്സ് മുഷിഞ്ഞിട്ടുണ്ടോ, ഒന്ന് അയച്ചതാ, ഞാൻ അലക്കട്ടെ. ഉമ്മ അടുക്കള പണിയെടുക്കണ്ടേ, പെങ്ങളെ മുറ്റടി നിർത്തിക്കോ, ഇനി മുതൽ ഞാൻ. എല്ലാരും അന്തം വിട്ട കുന്തം പോലെ പോയി. വീട്ടിലെ വിളക്കായി അവള്. ആരായി കൊടുത്ത ഉപദേശം? പ്രിയപ്പെട്ട സ്നേഹനിധിയായ ഉമ്മയും ഉപ്പയും കൊടുത്ത ഉപദേശം. കല്യാണം കഴിച്ച അന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ മകളൊരു ഫോണ്, ഉമ്മ ഈ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റുമല്ല, ഇവിടെയുള്ള ഭർത്താവ് ഒരു ജാതി കോന്തനാണ്, ഉമ്മയും ഉപ്പയും ഞാൻ തല്ലു അവരെ. അത്രയും മോശപ്പെട്ട 2 ആൾക്കാര്. നമ്മളെ പെണ്ണുങ്ങൾ എന്നാ പറയാ, ഇഞ്ഞി 1 അടിച്ചാല് 2 ഇഞ്ച് അടിച്ചോ, ഭർത്താവ് 1 പറഞ്ഞാൽ 3 ഇഞ്ച് പറഞ്ഞോ, ഞാനുണ്ടിഞ്ച കൂടെ. ഈ പാവം ഉപ്പ ഇവിടെ ഉണ്ട്, പ്രയാസപ്പെട്ട് കടം വാങ്ങി ഒരുപാട് ബുദ്ധിമുട്ടി നടത്തിയ കല്യാണം ഈ പെണ്ണുങ്ങൾക്കുണ്ട് തിരിയുന്നു അല്ലേ? നിങ്ങൾ നല്ലവരാണെങ്കിൽ അവളോട് കൊടുക്കേണ്ട ഉപദേശം അങ്ങനെയല്ല. മോളെ അവിടെ പിടിച്ചു വെക്ക്, എല്ലാം റെഡിയാവും, എല്ലാം ക്ലിയർ ആവും. ഇന്റെ വീടല്ലല്ലോ, ഒന്ന് ക്ലിയർ ആവും ഇൻഷാ അല്ലാഹ്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മോക്ക് വേണ്ടി. അങ്ങനെ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ട ഉത്തരം. ആ പ്രിയപ്പെട്ട മകള് വീടിന്റെ ഒരു വിളക്കായി തീരുന്നു നമ്മൾ കൊടുത്ത സാരോപദേശത്തിന്റെ പേരിൽ. മാഷാ അല്ലാഹ്. അങ്ങനെ ആയിരിക്കണം നമ്മൾ പോകുന്ന വഴികളിലും ചെയ്യുന്ന ജോലികളിലും. ആത്മാർത്ഥമായ ഉദ്ദേശശുദ്ധി നമുക്കുണ്ട് എങ്കിൽ അൽഹംദുലില്ലാ നമ്മളെ കുടുംബജീവിതം സന്തോഷകരമായി തീരും. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ, ഉറങ്ങുന്നത് വരെയുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അള്ളാഹുവിന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചതാണ്. ബാത്റൂമിൽ പോകുമ്പോൾ, ഉറക്കമണിയിക്കുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, നടക്കുമ്പോ, ഇരിക്കുമ്പോ ഓരോന്നും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ ഭാര്യയുടെ വായിലേക്ക് ഒരു ചോറിന്റെ ഉരുള വെച്ച് കൊടുക്കുന്നത് പോലും ഇബാദത്താണ്, നന്മയാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മതം. നിങ്ങളെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരി, അത് സദഖയാണ്, ഖൈറാണ്. മാഷാ അല്ലാഹ്. സ്വർഗത്തിൽ ഏറ്റവും നല്ല പദവി കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ സഹോദരന്റെ മനസ്സിൽ നിങ്ങളൊരു സന്തോഷം ഇട്ട് കൊടുത്താൽ അതാണ് ഏറ്റവും നല്ല വർത്തമാനം. ത്വയ്യിബിൽ കലാം. നമുക്ക് പിന്നെന്നാ വേണ്ടി? സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും സന്തോഷമുള്ള ഈ മഹല്ല് സംഗമത്തിന്റെ ഏറ്റവും അവസാനത്തെ പരിപാടിയിൽ എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഈ കേൾക്കുന്നവര് ജീവിതത്തിൽ ഇതൊന്ന് പകർത്തിയാൽ നമുക്ക് വലിയ കാര്യമൊന്നുമല്ല. വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ പോയി ഫൈനൊന്നും നടക്കേണ്ട കാര്യമൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഒരു വിഷയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ സാധാരണ എല്ലാ വേദികളിലും പറയുന്ന ഒരു കാര്യം, എൻ്റെ സുഹൃത്തുക്കൾ അഷ്റഫ് കെയും അസീസ് കെയും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ എന്താ പാലേരി ആ വിഷയം പറയാത്തതെന്ന്. സ്നേഹനിധിയായ ഉമ്മയും ഉപ്പയും മാതാപിതാക്കൾ, ഈ വർത്തമാനം കേൾക്കുന്ന സഹോദര മതസ്കരായ പ്രിയപ്പെട്ടവരിന്റെ പുറത്തുണ്ടാവും. അവരെ കൂടി നമ്മൾ പരിഗണിക്കുകയാണ്. അച്ഛനും അമ്മയും അല്ലെ, പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും, അവർക്ക് നമ്മളല്ലാതെ മറ്റാരുണ്ട്? ഞാനിപ്പോ പോരുമ്പോ ഉമ്മയെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ വില്യാപ്പള്ളി പോകുമ്പോ നല്ല കാര്യങ്ങൾ ഉപദേശിക്കണേ, അവർക്കൊക്കെ നല്ല വർത്തമാനം പറഞ്ഞു കൊടുക്കണേ. ഉമ്മന്റെ കാര്യം എപ്പോഴും ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്.
ഗേറ്റിന്റെ ആ ലൈറ്റ് വൈകുന്നേരം ഒരു 5:30-6 മണിയാകുമ്പോ ആ ലൈറ്റ് ഇടും. ഉമ്മ എന്തിനാ, കറണ്ടിന്റെ പൈസയൊക്കെ കൂടിയല്ലേ? ഉമ്മ പറയുന്ന വർത്താനം എന്താണെന്നറിയോ? ആ പുറത്തു പോകുന്ന ആൾക്കാർക്കൊക്കെ വെളിച്ചം കിട്ടിക്കോട്ടെ. കാക്കയോടും പൂച്ചയോടും പ്ലാവിനോടും മരങ്ങളോടും സംസാരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ അല്ലേ, സ്നേഹനിധിയായ ഉപ്പ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ശ്രദ്ധയെ കുറച്ച് സമയത്തേക്ക് നമ്മുടെ ഉപ്പയിലേക്കും ഉമ്മയിലേക്കും വളരെ സന്തോഷപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. ഉപ്പാക്കും ഉമ്മാക്കും നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനി നമ്മളെ സന്തോഷമാണ് അവരെ സന്തോഷം. നമ്മളെ കാര്യങ്ങൾ ഏത് സന്തോഷാവസരത്തിലാണോ അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് സന്തോഷവും ദുഃഖവും പങ്കുവെക്കാൻ നമ്മളല്ലാതെ മറ്റാരുണ്ട്? നോക്ക്, അവരെ നിങ്ങൾ സ്നേഹിക്കണേ. അവരുടെ പൊരുത്തം, അവരുടെ ഇഷ്ടം നമുക്കില്ല എങ്കിൽ, ഈ കൂടിയ കൂട്ടത്തിൽ എല്ലാവർക്കും ഉമ്മാനോട് ഉപ്പാനോട് ഇഷ്ടമാണ്, എനിക്കറിയാം. പക്ഷെ ആർക്കൊക്കെയോ ഉമ്മാനുള്ള സ്നേഹക്കുറവിൽ ഒരു തുള്ളി, ഒരു ചെറിയ അംശം കുറവുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. കാരണം കാലാവസ്ഥ അങ്ങനെയാണ്, കാലഘട്ടം അങ്ങനെയാണ്. നമ്മൾ വലുതാകുമ്പോൾ, നമ്മൾ ഉയരങ്ങളിൽ എത്തുമ്പോൾ, നമ്മുടെ സൗന്ദര്യം കൂടുമ്പോൾ, നമ്മുടെ ആരോഗ്യം കൂടുമ്പോൾ, ഉപ്പാന്റെയും ഉമ്മാന്റെയും സൗന്ദര്യവും ആരോഗ്യവും സമ്പത്തും കുറഞ്ഞു വന്ന് കണ്ണൊക്കെ ഉള്ളിലേക്ക് തള്ളി, തൊലിയൊക്കെ ചുളിഞ്ഞ് ഒരു എല്ലുമേലുള്ള തോല് മാത്രമാകും. ഒന്നിനും കഴിയൂല. പ്രിയപ്പെട്ടവരെ, മനസ്സ്, പലപ്പോഴും ഉപ്പയുമ്മയും പറയുന്ന ഒരു കാര്യങ്ങൾ കേട്ടിട്ടില്ലേ? മനസ്സ് വിചാരിക്കുന്നിടത്തേക്ക് എത്താൻ പറ്റുന്നില്ല. മനസ്സ് വിചാരിക്കുന്നിടത്തേക്ക് ശരീരത്തെ എത്തിക്കാൻ പറ്റുന്നില്ല. നമുക്കിപ്പോ കുറ്റ്യാടി പോകണമെന്ന് പറഞ്ഞാൽ ഓടിപ്പോവാലോ. വില്യാപ്പള്ളി ഒന്ന് പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓടിപ്പോകാം. വീടിന്റെ മുകളിൽ ഒന്ന് കയറാൻ വിചാരിച്ചാൽ ഓടിക്കയറാം. പക്ഷെ ഉപ്പയും ഉമ്മയും പറയുന്നത് എന്താണെന്നറിയോ? മനസ്സിൽ പല വിചാരമുണ്ട്, പക്ഷേ അവിടെ എത്താൻ പറ്റുന്നില്ല. സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൽ ഒരു പരിപാടിക്ക് പോയപ്പോ ഒരു പ്രിയപ്പെട്ട ഉമ്മ, ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ നേരത്തെ എന്നോട് പറഞ്ഞു, പാലേരി നവാസ്ക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ ചോദിച്ചു, എന്താ പ്രാർത്ഥിക്കേണ്ടത്? എനിക്ക് 5 മക്കളാണ്. 5 മക്കളും മാനസിക രോഗികളാണ്. കാഷ്ടിക്കുന്നു, മൂത്രിക്കുന്നു, അതൊക്കെ തിന്നു കളയുന്നു. ഞാൻ ഇതുവരെ 25 വർഷമായി ഇന്ന് വരെ ഒരാഘോഷത്തിലോ സന്തോഷത്തിലോ പങ്കെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഈ മക്കളെ കൊണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആ പ്രയാസങ്ങളൊന്നും മാറാനല്ല. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഈ മാനസിക രോഗം മാറാനല്ല. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ മോനൊന്ന് ചിരിച്ചാൽ മതിയായിരുന്നു, എൻ്റെ മോനൊന്ന് ബാത്റൂമിൽ സ്വന്തം പോയാൽ മതിയായിരുന്നു, എൻ്റെ മോനൊന്ന് മോളൊന്ന് നടന്നു കണ്ടാൽ മതിയായിരുന്നു, ഈ 5 മക്കളും സാധാരണ മക്കളെപ്പോലെ ആയാൽ മതിയായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു പോകാറുണ്ട്. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതൊന്നുമല്ല വസ്ക. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഈ 5 മക്കളെയും വളർത്തുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സ് മാറാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓരോ ഉമ്മമാരുടെയും പ്രാർത്ഥന അതാണ്. ഈ 5 മക്കളെയും വളർത്തുന്നതിനിടയിൽ എൻ്റെ മനസ്സ് മാറാതിരിക്കാൻ നിങ്ങൾ വായിക്കണം. എന്താണെന്നറിയോ? ഇവരെ എങ്ങാൻ വേറൊരാൾ വളർത്തിയാൽ ഉറപ്പായിട്ട് ചില സമയത്തൊക്കെ അടിച്ച് കൊന്നുകളി വരെ അത്രയേറെ വെറുപ്പെനിക്കുണ്ടാകും. പക്ഷേ എന്റെ ക്ഷമ, അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, പരിശുദ്ധ ഖുർആന്റെയും അള്ളാഹുവിന്റെയും ഹബീബിന്റെയും ഹദീസും ഖുർആനും എന്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് ഈ മക്കളെ ഒന്നും ചെയ്യാത്തത്. എന്റെ മനസ്സ് മാറാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. രണ്ടാമത് ആ സഹോദരി പറഞ്ഞൊരു കാര്യം ലോകത്തൊരു ഉമ്മമാരും പറയാത്തൊരു കാര്യമാണ്. നിവാസ്ക, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട രണ്ടാമത്തെ പ്രാർത്ഥന, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഈ മക്കളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ 5 മക്കളും മരിച്ചതിന് ശേഷമേ ഞാൻ മരിക്കാവൂ എന്ന് കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഉമ്മയെന്റെ പൊന്നുമ്മയാ, എന്നുമെന്നുമെൻ ജീവനാ, കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല, കരളിമ്പ പെറ്റുമ്മാനെ വാങ്ങാനൊക്കൂല, എന്തും സഹിക്കാനും ഏറെ പൊറുക്കാനും, എന്തും സഹിക്കാനും ഏറെ പൊറുക്കാനും മനസ്സുറപ്പുള്ളോര് ഉമ്മ സഹനക്കടലാണ്. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ
മറ്റൊരു കൂട്ടുണ്ടോ? എന്തും സഹിക്കാനും ഏറെ പൊറുക്കാനും, എന്തും സഹിക്കാനും ഏറെ പൊറുക്കാനും മനസ്സുറപ്പുള്ളോര് ഉമ്മ സഹനക്കടലാണ്. പ്രിയപ്പെട്ടവരെ, ആ ഉപ്പാനെ ഉമ്മാനെ ആ മാതാപിതാക്കളെ നിങ്ങൾ വേദനിപ്പിക്കരുതേ. അതുകൊണ്ടാണ് 1500 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി ഈ ആയത്ത് കേട്ട് പഠിച്ചു മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് ഒരുപാട് പേര് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എന്താ ഇതിന്റെ പൊരുൾ, എന്താ ഇതിന്റെ ആശയം? വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അതിന്റെ പൊരുൾ ഇങ്ങനെയാണ്: അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. നിങ്ങളെ മാതാപിതാക്കളോട് നിങ്ങൾ കാരുണ്യത്തോടുകൂടി, ഇഹ്സാനോടുകൂടി, നന്മയോടുകൂടി വർത്തിക്കുക. പിന്നീട് പറയുന്ന ഖുർആന്റെ വാക്യം വളരെ മനോഹരമാണ്. നിങ്ങൾ വലുതാവുമ്പോൾ ഉമ്മയും ഉപ്പയും ചെറുതാവും. നിങ്ങളെ സൗന്ദര്യം കൂടുമ്പോൾ അവരുടെ സൗന്ദര്യം കുറയും. നിങ്ങളെ ആരോഗ്യം കൂടുമ്പോൾ ഉപ്പാന്റെയും ഉമ്മാന്റെയും ആരോഗ്യം കുറയും. അവരിങ്ങനെ ഏറ്റവും നിസ്സഹായരായി ഇങ്ങനെ വീട്ടിന്റെ മൂലക്ക് ഇങ്ങനെ ഇരിക്കും. ഉമ്മാ, ഉപ്പ. ആ വിളി കേട്ടാൽ ഞെട്ടിപ്പോകാൻ, പൊട്ടിപ്പോകാൻ ആ ഒരു വിളിമതി. പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ അങ്ങനെ ഉച്ചത്തിൽ വിളിക്കരുതെന്നല്ല. വലാ തഖുല്ലൗമാ ഉഫിൻ. അവരോട് നിങ്ങൾ എന്നൊരു വാക്കുപോലും പറയരുത്. വലാ തഖുല്ലൗമാ ഉഫിൻ. നിങ്ങൾ അവരെ ചീത്ത വിളിക്കരുത്, നിങ്ങൾ അങ്ങനെ തെറി പറയരുതെന്നല്ല. വലാ തഖുല്ലൗമാ ഉഫിൻ വലാ തൻഹറുഹുമാ. അവരോട് നിങ്ങൾ കയർത്ത് സംസാരിക്കുകയുമരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ. നിങ്ങൾ മാന്യമായിട്ടേ അവരോട് സംസാരിക്കാം കേട്ടോ. ഉപ്പ, ഉമ്മ, ഉമ്മ, ഉപ്പ. സ്വർണസ്ഫുടം ചെയ്യണം ആ വാക്കിൽ. ഉമ്മ, ഞാനും ഭാര്യയും പുറത്തേക്ക് പോവുകയാണ്, എന്നാ നിങ്ങൾക്ക് വേണ്ടിയത്? ഉമ്മ, നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടോ? ഉപ്പ. വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ. നിർത്തിയില്ല അല്ലാഹു. വഹ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ ചിറകുകൾ അവർക്ക് നേരെ നിങ്ങൾ വിടർത്തി കൊടുക്കണം. പരുന്തു വരുമ്പോ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ ഉപ്പാനെയും ഉമ്മാനെയും ചേർത്ത് പിടിക്കണം നമ്മൾ. നിർത്തിയില്ല. വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ വഹ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നിങ്ങൾ പറയുകയും വേണം, പടച്ചോനെ, എന്നെ ചെറുപ്പത്തിൽ ഊണില്ലാതെ ഉറക്കില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് വളർത്തിയ ഉപ്പാനെയും ഉമ്മാനെയും അതിനേക്കാളും അപ്പുറത്ത് നീ വളർത്തണേ, വലുതാക്കണേ, സംരക്ഷിക്കണേ അല്ലാഹ്. ഇതൊരു മനോഹരമാണല്ലേ പ്രിയപ്പെട്ടവരെ. ഉപ്പാനെയും ഉമ്മാനെയും നിങ്ങൾ സ്നേഹിക്കണേ. എന്താണെന്നറിയോ? അവര് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മളെ സന്തോഷമാണ്. ഞാൻ എൻ്റെ ഭാര്യയോട് എപ്പോഴും പറയാറുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവളെ, നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എൻ്റെ ഉപ്പാനെയും എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ ഉമ്മാനെ പൊന്നുപോലെ സ്നേഹിക്കണേ. എന്താണെന്നറിയോ? എൻ്റെ ഉപ്പ മരിച്ചിട്ട് 30 വർഷമായി. എന്നെ ഇത്രയും കാലം വളർത്തിയതും വലുതാക്കിയതും ഈ ഉമ്മ എന്ന ജന്മമാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മാനെ സ്നേഹിക്കണേ. ആദ്യത്തെ തലയിണ മന്ത്രം, ആദ്യരാത്രിയിലെ വർത്തമാനം അതായിരുന്നു. ഇപ്പോഴും എൻ്റെ 4 മക്കളും എൻ്റെ ഉമ്മാന്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് കുസൃതിയും കുറുമ്പുമായി ഇങ്ങനെ ഇരിക്കുമ്പോ ഞാനിങ്ങനെ സന്തോഷിക്കാറുണ്ട്. പഠിച്ചോനെ, എൻ്റെ ഉമ്മാന്റെ മനസ്സിൽ ഞാനൊരു വിധവയായി പോയത് കൊണ്ടല്ലേ ഇങ്ങനെ ആയിപ്പോയത് എന്ന ഒരു ചിന്ത വരാതിരിക്കാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പഠിച്ചോനെ, നമ്മുടെ ഉപ്പമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. പഠിച്ചോനെ, ഞങ്ങളിൽ നിന്ന് നേരത്തെ വിട പറഞ്ഞു പോയ ഉപ്പയും ഉമ്മയും മാതാപിതാക്കള് ഒരുപാട് പ്രിയപ്പെട്ടവര് അല്ലേ? ഉപ്പയും ഉമ്മയും നമ്മോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ചില നിമിഷങ്ങൾ. പഠിച്ചോനെ, ഞങ്ങൾ വിട പറഞ്ഞു പോയ, ഞങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച, ഒന്നുമില്ലാത്ത അവസരത്തിലും ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്ത അവസരത്തിൽ ഞങ്ങളെ വളർത്തി വലുതാക്കിയ ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങളോടൊപ്പം ഇല്ല. പഠിച്ചോനെ, ഞങ്ങൾ ഇരിക്കുന്നതും ഞങ്ങൾ ചെല്ലുന്നതും ഞങ്ങൾ പാടുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം അതിന്റെ നന്മകളുടെ ഒരു ഓഹരി, അതിന്റെ അനുരണനങ്ങൾ. പഠിച്ചോനെ, അവർക്കും നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ ഖബറിൽ നീ വെളിച്ചമാക്കണേ അല്ലാഹ്. ബർസഖിയായ ജീവിതം രക്ഷയും സമാധാനമാക്കണേ തമ്പുരാനെ.
ഉമ്മയെന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ കടലാണ്, നന്മയെന്ന പൂമരമുമ്മ സകനത്തിൻ പൊരുളാണ്. ഒന്ന് മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ്, വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്ന് മുതൽ പെരുന്നാളാണ്. എന്റെ പ്രിയപ്പെട്ട മൂസാജിക്ക ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പലരി നിങ്ങൾ എന്ത് പറഞ്ഞില്ലെങ്കിലും ഉപ്പാനെ കുറിച്ചും ഉമ്മാനെ കുറിച്ചും പറയണേ. എന്താണെന്നറിയോ, നമ്മളെ ഉമ്മയും ഉപ്പയും നമ്മൾ വിളിച്ച് എത്ര പ്രാവശ്യം ഒരു ദിവസം വിളിക്കും, ഉമ്മ ഉപ്പ ഉമ്മ ഉപ്പ. ഉമ്മാന്റെ ഉപ്പാന്റെ മുഖത്ത് എപ്പോഴെങ്കിലും ഒരു പ്രയാസം നമ്മൾ കണ്ടിട്ടുണ്ടോ? മോനെ, നമ്മൾ 1000 വട്ടം വിളിച്ചാലും ഒരു പ്രയാസത്തിന്റെ കണിക ആ മുഖത്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടായിത്തരും. ഉമ്മ ഉമ്മ, അത് ഉമ്മ വരുന്നുണ്ട്, ഇങ്ങോട്ടോ ഉമ്മ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്റെ നെറ്റിയിൽ ഒരു വല്ലാത്തൊരു തലവേദന, എനിക്കൊരു പനി പോലെ. ഉമ്മ, എനിക്കൊരു പ്രയാസം. എല്ലാ പ്രയാസങ്ങളും എല്ലാ രോഗങ്ങളും തൽക്കാലം ഒന്ന് മാറാൻ ആ ഉമ്മാന്റെ വിരലൊന്ന് സ്പർശിച്ചാ മതി. ആ മുടിയിടലുകളിലൂടെ ഉമ്മാന്റെ വിരലൊന്ന് കടത്തിയാൽ മതി. അൽഹംദുലില്ലാഹ്. ഉമ്മ 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 താരാട്ട് പാട്ടൊന്ന് പാടിത്ത ഉമ്മ. ഉമ്മ, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. മാഷാ അല്ലാഹ്. ആ പ്രിയപ്പെട്ട സംസാരം, ഉമ്മാന്റെ അടുത്തിരുന്ന് ഉമ്മാക്ക് വേണ്ടതെല്ലാം നൽകുന്ന ഒരു മോൻ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, 10 മക്കളെ വളർത്താൻ ഒരു ഉമ്മാക്ക് ഒരു പ്രയാസമില്ല. പക്ഷേ ഈ 10 മക്കൾക്ക് ഈ ഉമ്മാനെ വളർത്താൻ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലം അല്ലേ പ്രിയപ്പെട്ടവരെ? യെസ്. എന്നോട് എന്റെ സുഹൃത്തുക്കൾ പലപ്പോഴും പറയാറുണ്ട്, നവാസ്ക ഉമ്മ എന്റെ വീട്ടിൽ നിന്നോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എപ്പോ ഞാൻ പറയും ഉമ്മ ഇവിടെ നിന്നോ. പക്ഷെ ഉമ്മാക്ക് ഇവിടെ നിക്കക്കള്ളിയില്ല, കാല് കുത്താൻ നേരെയില്ല. ഉമ്മ പോകും പെട്ടെന്ന്. 10 മക്കളെ വീട്ടിലേക്കും നിങ്ങൾ ഉമ്മാനെ, നിങ്ങൾ ഫുട്ബോൾ തട്ടുന്നത് പോലെ, ചെസ് കളിക്കുന്നത് പോലെ നിങ്ങൾ ഇങ്ങനെ മാറ്റി 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 താമസിപ്പിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ആ ഉമ്മാന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് കേട്ടോ. തറവാട്ടിലെ ആ കൊച്ചു റൂം, ആ കൊച്ചു കട്ടില്, ഉമ്മാന്റെ ആ ബെഡ്, ഉമ്മ എപ്പോഴും ചവിട്ടുന്ന ആ ചെരുപ്പ്, സൗകര്യത്തിലോടി ഇരുന്ന് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമുള്ള ആ വീട്, ആ റൂം, അതാണ് ഉമ്മാന്റെ സ്വർഗം. നോക്ക് എടോ, ഇനി പറയുന്നുണ്ടല്ലോ ഉമ്മ ഇവിടെ നിൽക്കുന്നില്ല എന്ന്. നിന്റെ ഭാര്യയും മക്കളും അവരുടെ ക്രൂരത കൊണ്ടാണ് ഉമ്മ നിൽക്കാത്തത്. അതുകൊണ്ട് നീയാണ് ഇതിന്റെ ഉത്തരവാദി. ഉമ്മാന്റെ സ്വപ്നഗേഹമാണത്, ഉമ്മാന്റെ സ്വപ്ന റൂമാണത്. അതുകൊണ്ട് ആ ഉമ്മാന്റെ വേദന, പ്രയാസം നീ അറിയണം, നീ മനസ്സിലാക്കണം. ഓരോ മക്കളും പ്രിയപ്പെട്ട ഉമ്മാനെയും ഉപ്പാനെയും സ്നേഹിക്കണം. എന്തൊരു വാശിയായിരുന്നു, ഓടി മടിയിലേക്ക് വന്ന് ഉമ്മ എന്റേതാണ്, ഉമ്മ എന്റേതാണ്, ഉമ്മ എന്റേതാണ്, ഉമ്മ എന്റേതാണ്. എന്തൊരു വാശി. ഇപ്പൊ ഒരു വാശിയില്ല, ഉമ്മ ഇന്റേതാ, കൊണ്ടുപോയിക്കോ. പെങ്ങളെ വീട്ടില്, അനിയന്റെ വീട്ടില്, ഏട്ടന്റെ വീട്ടില് 2 ദിവസം 3 ദിവസം ഒരാഴ്ച ഉമ്മ അവിടുത്തെ നിൽക്കട്ടെ. ഉമ്മക്ക് എവിടെയാ നല്ല സൗകര്യം, അടുത്ത് കക്കൂസൽ എവിടെയാ. നോക്ക്, ഉമ്മാന്റെ പൊരുത്തം, ഉമ്മാന്റെ സ്നേഹം, ഉമ്മാന്റെ പ്രാർത്ഥന, അത് കിട്ടിയില്ലെങ്കിൽ സ്വർഗത്തിന്റെ 4 അയലത്ത് പോലും നമുക്ക് എത്താൻ പറ്റൂല. നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ അള്ളാഹുവിന്റെ അനുഗ്രഹം പെയ്തിറങ്ങാത്ത സമയമോ ഉണ്ട് എങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾ ഉസ്താദിന്റെ അടുത്തും വേറെ ആരെത്തും പോണ്ട. ഉസ്താദ് പറയും, ഉപ്പാനോടും ഉമ്മാനോടും നല്ലോണാണോ? ആണോ? അല്ല. എന്നാ അവരെ പോയി ഉപ്പാനെയും ഉമ്മാനെ നന്നാക്ക്. ഒന്ന് മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ്, വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്ന് മുതൽ പെരുന്നാളാണ്. എത്രയോ പ്രയാസക്കനലിൽ തീർത്തൊരു മാനസവനിയാണ്, ഏറെ നാളിൽ കണ്ട കിനാവിൽ സൽസന്താന പൂവാണ്. എന്നുമെന്നും ഏറ്റവും ജീവിതത്തിന്റെ ഏറ്റവും സുന്ദര അവസരങ്ങളിലെ ഏറ്റവും പ്രിയപ്പെട്ട അവസരങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചവരാണ് ഉമ്മയുപ്പയും. കോഴിക്കോട് ഓമശ്ശേരി ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഇപ്പൊ അടുത്തൊരു ആവശ്യത്തിന് പോയപ്പോ സഹോദരിമാര് പ്രസവ വാർഡിൽ ഇങ്ങനെ കരയുന്ന കാഴ്ച നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. എന്തിനാ കരയുന്നത്? ഈ വയറ് കിടക്കുന്ന മോളും മോനൊന്ന് പുറത്തേക്ക് വന്നാൽ മതി, ഈ കുഞ്ഞൊന്ന്
ജനിച്ചു കിട്ടിയാൽ മതിയായിരുന്നു പടച്ചോനെ. ശരീരത്തിന്റെ മുഴുവൻ എല്ലുകളും ഒരേ സമയത്ത് പൊട്ടുന്ന വേദന. പക്ഷെ ആ പ്രസവം കഴിഞ്ഞപ്പോ നിർത്തോ? ഇല്ല. വീണ്ടും തന്റെ പ്രിയപ്പെട്ട മകനു വേണ്ടി ഉമ്മക്കും ബാപ്പക്കും 1000 ഉമ്മയും കൊണ്ടിങ് വരുമല്ലോ. ഉല്ലാസ കൈത്തിരി കത്തിച്ച് വെക്കുവാൻ ഉണ്ണിക്കിടാവൊന്ന് വരുമല്ലോ. ഉറക്കൊടിഞ്ഞ് ഊണൊടിഞ്ഞ് അല്ലേ? എപ്പോഴെങ്ങാൻ നമ്മളെ ചെറുപ്പത്തിൽ ഇങ്ങനെ വളർത്തുമ്പോ നമ്മളെ അമ്മിഞ്ഞപ്പാലെങ്ങാനൊന്ന് മൂക്കിലിറ്റിപ്പോയിരുന്നുവെങ്കിൽ നമ്മൾ മരിച്ചു പോയേനെ. നമ്മളെ പൊതിഞ്ഞ ആ തുണിയെങ്ങാൻ നമ്മളെ വായിലായിരുന്നുവെങ്കിൽ നമ്മൾ മരിച്ചു പോയേനെ. ഉമ്മ ഉറങ്ങാതെ, ഉമ്മ ഭക്ഷണം കഴിക്കാതെ, ഉമ്മാന്റെ സൗകര്യങ്ങൾ പരിഗണിക്കാതെ എല്ലാം നമുക്ക് വേണ്ടി തന്ന പ്രിയപ്പെട്ട ഉമ്മ. ഇപ്പം നമ്മൾ പറയുന്നു നവാസ് പാലേരി പാടുന്നു, പ്രസംഗിക്കുന്നു. ഉസ്താദന്മാരൊക്കെ ഞാൻ നാടിന്റെ വലിയ ആളാണ്, പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്. ആദ്യത്തെ ഗുരുകുലമൻ പിൻ മാതൃമടി തട്ടാണ്, അറിവിൻ പൊരുളോതി തന്ന ഗുരുമുഖമെന്നും അവരാണ്. ആദ്യത്തെ മദ്രസയും ആദ്യത്തെ യൂണിവേഴ്സിറ്റിയും ആദ്യത്തെ സ്കൂളും ആദ്യത്തെ മഹല്ല് സംവിധാനം ഉമ്മാന്റെ മടിത്തട്ടാടോ. അലിഫ് ബ ത ത നമ്മളെല്ലാം പഠിപ്പിച്ചത് മോനെ അത് മദ്രസത്തുൻ, മുഅല്ലിമുൻ അധ്യാപകൻ, ബുസ്താനുൻ പൂന്തോട്ടം, APP ആപ്പിൾ. ഉമ്മക്ക് അറിയുന്നെല്ലാം ഉമ്മ പഠിപ്പിച്ചെന്നൊക്കെ. ലഅബൽ വലദു ബിൽ ഖുറത്തി, കുട്ടി പന്ത് കൊണ്ട് കളിച്ചു. ലഅബൽ വലദു, കുട്ടി കളിച്ചു. ബിൽ ഖുറത്തി, പന്ത് കൊണ്ട്. ബി വന്നത് കൊണ്ട് ബിൽ ഖുറത്തി. അലിഫിന്റെ മേലൊരു വരയിട്ടാൽ ഫതഹ്, അതിന്റെ അടിയിലൊരു വരയിട്ടാൽ കസ്റ്, ഒരു കുളത്തിട്ടാൽ അത് ലമ്മ്, ഒരു പൂജ ഇട്ടാൽ അത് സുക്കൂന്. ഫതഹ്, കസ്റ്, ലമ്മ്, സുക്കൂന്. ഉമ്മ പഠിപ്പിച്ചെന്നാണ്. തിരക്കിനിടയിലും ഹൃദയത്തിന്റെ ഉള്ളിലെ വേദനക്കിടയിലും നമ്മളെ പഠിപ്പിച്ചെന്നാണ് ഉമ്മ. ലഅബൽ വലദു ബിൽ ഖുറത്തി, കുട്ടി പന്ത് കൊണ്ട് കളിച്ചു. അതുകൊണ്ട് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി, ഒരു മനോഹരമായിട്ട് പഠിപ്പിച്ച നമ്മളെ. മോനെ മോളെ 1000 വട്ടം കുളിപ്പിച്ച് വൃത്തിയാക്കി പിന്നെയും കുളിപ്പിച്ച്. മാലിന്യം കൊണ്ട് നാം മൂടുമ്പോഴും ഉമ്മ കസ്തൂരി പൂശിത്തരും. ഉമ്മ തന്നെഞ്ച മുരുകുമ്പോഴും മക്കൾ കന്നം വിളമ്പി തരും. മക്കളാ നെഞ്ചം കിളച്ച് മറിച്ചാലും അമ്മിഞ്ഞ പാല് തരും. അതുകൊണ്ട് ആ ഉമ്മാന്റെ വേദനയും പ്രയാസവും. ആദ്യത്തെ ഗുരുകുലമൻ പിൻ മാതൃമടി തട്ടാണ്, അറിവിൻ പൊരുളോതി തന്ന ഗുരുമുഖമെന്നും അവരാണ്. മാതാവിന്മാരിൽ കിനിയും അമ്മിഞ്ഞപ്പാലമൃതാണ്, മുഹബത്തിൻ നീണം എന്നും താരാട്ടിന്റെ പാട്ടാണ്. 2 വയസ്സുവരെ അമ്മിഞ്ഞപ്പാല് ലോകത്തിലെ ഏറ്റവും വലിയ പാനീയം ശാസ്ത്രലോകം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അമ്മിഞ്ഞപ്പാല് ജീവിതത്തിലെ ഒരൗഷധത്തിനും കിട്ടാത്ത ഊർജവും അതിന്റെ വിറ്റാമിനും എല്ലാം അടങ്ങിയത്. 6 മാസം വരെ, 7 മാസം വരെ, 2 വർഷം വരെ ആ അമ്മിഞ്ഞപ്പാൽ നമ്മൾ കുടിച്ച് വറ്റിച്ച് ഉമ്മാന്റെ സൗന്ദര്യവും ആരോഗ്യം എല്ലാം നമ്മൾ സംശീകരിച്ച് ആവാഹിച്ചെടുക്കുന്നു. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും തരുന്ന ആ ഉമ്മ. പോരാത്തതിന് നമുക്ക് ആ ഒരു അമ്മിഞ്ഞപ്പാലിന്റെ ഇടയിൽ ഒന്ന് ആശ്വസിക്കാൻ, ഒന്ന് സന്തോഷിക്കാൻ ഒരു താരാട്ടുപാട്ടും. ലാ ഇലാഹ, ഒന്ന് എല്ലാവരും ചേർന്ന് പാടുവോ? ലാ ഇലാഹ. പെണ്ണുങ്ങൾ എന്ത് പാവങ്ങളല്ലേ, ഒരു സൗണ്ടും ഇല്ല. പോരേന്ന് ഇവരെ സൗണ്ട് ഉറ്റയാടിയോട് കേൾക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹു. മാഷാ അല്ലാഹ്. ലോകത്തിലെ എല്ലാ സന്തോഷത്തിന്റെ മലക്കുകളും ഇന്ന് ഇവിടെയായിരിക്കും, ഈ സംഗമത്തിലായിരിക്കും. എന്താണെന്നറിയോ? ഉമ്മാനെ കുറിച്ചാ പറയുന്നത്. ഉമ്മാന്റെ പാട്ടാ പാടുന്നത്. ഉമ്മ പാടിത്തന്ന താരാട്ടുപാട്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. മുത്തൊളി മഹമൂദരെ മദ്ഹ് പാട്ട് പാടിടാം, പാട്ട് കേട്ടുറങ്ങണം പൂങ്കുറിഞ്ഞി പൈതലേ.
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മാഷാ അല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ്. പക്ഷെ ഇപ്പം പാട്ടൊക്കെ മാറിപ്പോയില്ലേ? ചില പാട്ടൊക്കെ ഞാൻ പേടിച്ചിട്ട് പാടാറേ ഇല്ല അല്ലേ? അന്നെനിക്കെന്റെ കണ്ണിൽ എന്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ വെച്ചേറ്റം വലിയ സുന്ദരി. ഇന്നെനിക്കെന്റെ കണ്ണിൽ എന്റെ ഭാര്യയൊഴിച്ച് മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരി. നിങ്ങൾ ഇങ്ങോട്ട് വാ, പ്രസംഗം കഴിഞ്ഞ് കാണിച്ചു തരാന്ന പെണ്ണുങ്ങളെ വർത്താനം അല്ലേ? ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണ്. സുബ്ഹാനല്ലാഹ്, എത്രയോ പ്രാവശ്യം കണ്ടതാ, പിന്നെയും പാടുന്നത് ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണ് അല്ലേ? അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങിയ നേരത്ത് തീപ്പുകഞ്ഞത് അടുപ്പിലല്ല എന്റെ കൽബില. എന്തൊരു പാട്ട! ഒരു പൂ തന്നാൽ നീ എന്റെ കൂടെ പോരുമോ? ഇത്രയും നേരം കാണാത്തൊരു പുഞ്ചിരി, ഒരു സന്തോഷം പെണ്ണുങ്ങളെ മുഖത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അങ്ങനെയാണ് അല്ലേ? ജിമിക്ക് കമ്മൽ, എന്റെ അച്ഛന്റെ ജിമിക്ക് കമ്മൽ എന്റെ അച്ഛൻ കട്ടോണ്ട് പോയി. എന്റെ അച്ഛന്റെ ബ്രാൻഡി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തു. ശുക്കൂർ സുന്ദരനാ ഓനൊരു വല്ലാത്ത സംഭവമാ. ഇതൊക്കെ നമ്മളെ പാട്ട്. അയിലേ അയിലേ 10 ഉറുപ്പ്യക്ക് 4 അയിലേ, നീ എന്റെ ഉച്ചക്കത്തെ കറി അയിലേ. എന്തൊരു പാട്ടല്ലേ? എങ്ങോട്ടാണ് പോയിക്കണ്, എങ്ങന്നാണ് വന്നിക്കണ്, കുഞ്ഞളിയാന്റെ വീട്ടിൽ പോയിട്ട് കുടുക്കാച്ചി ബിരിയാണി തിന്നിക്കണ്, എല്ലാം കിണ് 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 കിണ്. പക്ഷെ നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്ന പാട്ടുണ്ടല്ലോ, ഉമ്മ പാടിത്തന്ന പാട്ട്. ഉമ്മക്ക് അറിയൊന്നുമില്ല പാട്ട്, പക്ഷെ ഉമ്മ പാടിത്തന്നിട്ടുണ്ട്. അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. പ്രാണസഖി നന്നായറിയാം ഞാൻ ഇന്നാട്ടിലമീറാണെന്ന്, എന്നാലും എന്റേതായൊരു ദർഹവുമില്ല പ്രിയേ. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് സഹധർമ്മിണിയാം ഫാത്തിമ തമ്മിൽ ഉണ്ടായ സംഭാഷണമാം ഒന്നിത് കേട്ടിടുവിൻ. ഉണ്ടോ സഖി? എന്താ പാട്ടിലെ ഓർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മുമ്പ് കേട്ടിട്ട് ഇപ്പൊ കേൾക്കുമ്പോ തെറ്റിപ്പോയിട്ട് ഓർ പറഞ്ഞൊരു കാര്യമില്ല. അല്ലാഹു അക്ബർ. കാഫ് മല കണ്ട പൂങ്കാറ്റേ, അതാ പിന്നെ തിരിച്ച് കാഫ് മല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന പിന്നെ വേണ്ടത്. കാഫ് മല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ. മാഷാ അല്ലാഹ്, ഇതെല്ലാം ഉമ്മ പാടിത്തന്ന പാട്ടാ. തൊട്ടിലുമ്മാന്റെ താരാട്ട് കേൾക്കുന്ന കൊച്ചു കുറുമ്പ കുഞ്ഞാനൂജ, ഇത്താത്ത മെല്ലെ തോടുമ്പോൾ പുഞ്ചിരി ചുണ്ടിൽ വീരിയുന്നതെന്ത് രസം. മമ്പുറപ്പൂമക്കാമിലെ മൗലാതവിയിലെ വാസിലെ ഇമ്പപ്പൂവായ ഹുത്ബോലി സയ്യിദലവി റളിയല്ലാഹ്. കണ്ണീരാൽ നിർമ്മിച്ചൊരു പെട്ടിയതാ, പെട്ടി തൻ്റെ ഉള്ളിലൊരാൺ കുട്ടിയതാ, കിടന്ന് ഒഴുകി വരുന്നു, കടവിൽ നിന്ന് കാണുന്നു, കടവിൽ നിന്ന് കാണുന്നു. മിറാജ് രാവിൽ ബുറാക്കിലേറി അന്ത്യറസൂൽ കരിമാഗതനായി അല്ലാഹുവിന്റെ തിരുസന്നിധിയിൽ. പച്ചക്കറിയൊരു മെച്ചപ്പെട്ടാരം തന്നെ തടിക്ക്, പച്ച കഴിച്ചാലും ഗുണമേറും മേനിക്ക്. മെച്ചപ്പെട്ട ഇലക്കറി കണ്ണിനേറ്റം ഗുണകരമല്ലോ,
പച്ചച്ചീരതവര മുരിങ്ങയുമോർമിക്ക് നമസ്കരിക്കും നോമ്പ് പിടിക്കും സുന്നത്തെടുക്കും ദുആയിരക്കും പുറത്തിറങ്ങിയാൽ പിന്നെ നുണ പറയും അവരന്റെ പച്ചമാംസം കൊത്തി വലിക്കും. ഇതൊക്കെ ഉമ്മ നമുക്ക് താരാട്ട് പാടിത്തന്ന പാട്ടാണ്. പക്ഷെ ആ താരാട്ടുപാട്ടൊക്കെ ചിലപ്പോ നമ്മൾ മറന്നു പോകും. നമ്മൾ പറയും, പഠിച്ചോനെ മോനെ എത്ര പാട്ട് എനിക്ക് പാടി തന്നിട്ട് പഹയ, എന്നിട്ടല്ലേ ഞാൻ വിളിച്ചിരിഞ്ഞ് കേൾക്കാത്ത. ഉമ്മയും ഉപ്പയും ഗൾഫിൽ നിന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, സ്നേഹനിധിയായ പ്രിയപ്പെട്ട ഉപ്പ, പലപ്പോഴും പ്രിയപ്പെട്ട ഉമ്മ, സഹോദരിമാര് സഹോദരന്മാരൊക്കെ വിളിക്കുമ്പോ, സഹോദരിമാരെ നിങ്ങളെന്നാ പറയാ, ഇപ്പൊ നേരെയില്ല, ഇപ്പം വിളിക്കണ്ട, നിങ്ങൾ ഞാൻ കല്യാണത്തിലാ, പൊരേക്കൂടിന്റെ പരിപാടിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഇപ്പം വിളിക്കണ്ട. നോക്ക്, പ്രവാസികള് ഏതോ ഒരു സമയത്ത് സമയം കിട്ടുമ്പോ വിളിക്കുകയാണ്. ഗൾഫിലേക്ക് നാട്ടിലേക്ക് ഒരു പ്രവാസി പോകുമ്പോ ചോദിക്കൂ, നാട്ടിൽ എന്തെങ്കിലും പറയണോ? ഒന്നും പറയണ്ട, സുഖാന്ന് പറഞ്ഞേക്ക്. ജയിലഴികൾ പിടിച്ചു ഞാനൻ കുഞ്ഞുമക്കളെയോർത്ത് ഇപ്പെരുന്നാളിന്നുമെത്ര കണ്ണുനീര് വാർത്ത്, എങ്കിലും എനിക്കിവിടെ ഏറെ സുഖമാണ് എന്നു ഭാര്യ മക്കളോടെൻ്റെ ഉമ്മ പറഞ്ഞേ. ഗൾഫിൽ നിന്ന് പ്രവാസി വിളിക്കുമ്പോ ആദ്യം ഫോൺ എടുക്കുന്നത് പ്രിയപ്പെട്ട മോളാണ്. ഉപ്പാ അസ്സലാമു അലൈക്കും, നോക്ക് ഞാൻ പറഞ്ഞ ഫോണ് പെട്ടെന്ന് കൊടുത്തേക്കണേ, ആപ്പിളിന്റെ ഏറ്റവും പുതിയ വേർഷനാണ് വേണ്ടിയത്, ഞാൻ പറഞ്ഞ ടൈറ്റ് ഫിറ്റ് പർദ്ദ നിങ്ങൾ കൊടുത്തേക്കണേ, ഒരു കൈനറ്റിക് ഹോണ്ട വേണം, നിങ്ങൾ എത്ര കാലമായി ഞാൻ ഉപ്പ പറയുന്നത്, നിങ്ങൾ കൊടുത്തേക്കണേ. രണ്ടാമത് ഭാര്യയാണ്, നോക്ക് ആ ഗ്യാസിന്റെ പൈസ, കുഞ്ഞിന്റെ ഫീസ്, വീട്ടിലെ വാടക പൈസ എല്ലാം ആയിട്ടുണ്ട്, നിങ്ങൾ പൈസ പെട്ടെന്ന് അയക്കണേ. പണത്തിന്റെ കണക്ക് മാത്രം. അവസാനം ഈ ഫോൺ കൈമാറുന്നത് പ്രിയപ്പെട്ട ഉമ്മക്കാണ്. ഉമ്മ ഈ ഫോൺ കിട്ടിയ പാടെന്നാ ചോദിക്കുന്നത്, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്താ മോനെ ഒരു പ്രയാസം? എന്തോ ഒരു പ്രയാസം ഉണ്ടല്ലോ, നോക്ക് പ്രയാസപ്പെടണ്ട കേട്ടോ, ഞാനും നിങ്ങളെ മക്കളും നിന്റെ ഭാര്യ ഇവിടെ ഉണ്ട്, സന്തോഷത്തിലാണ് ഞങ്ങള്. മോനെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ശ്രദ്ധിക്കണേ, മോശപ്പെട്ട കൂട്ടുകെട്ടിൽ കൂടരുതേ, ഞാൻ കാച്ചി കൊടുത്തു വിട്ട എണ്ണ എപ്പോഴും തേക്കണേ മോനെ, ആ പഞ്ചസാരന്റെയും കൊളസ്ട്രോളിന്റെയും ഗുളി കഴിക്കാൻ മറക്കരുതേ. എന്റെ പ്രിയപ്പെട്ട മോനെ, നീ പോയതിന് ശേഷം വലിയ സന്തോഷവും ദുഃഖവും ഇവിടെ ഉണ്ട്, ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് രോഗമുണ്ട്. മോനെ ശ്രദ്ധിക്കണേ, ആരോഗ്യം ശ്രദ്ധിക്കണേ മോനെ. നിന്റെ മക്കളെ കാണുമ്പോൾ നിന്നെ കാണുന്നത് പോലെ തന്നെയാണ്. നീ പോയപ്പോ വെച്ച തൈത്തങ്ക് വലുതായിട്ട് ഒരുപാട് തേങ്ങ ഉണ്ടായിട്ടുണ്ട്, നീ അടക്കി വെച്ച കോഴിക്കുഞ്ഞ് മുറിഞ്ഞിട്ട് ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉമ്മാന്റെ വർത്താനം, നാടിന്റെ എല്ലാ ചിത്രവും ആ മകനോട് പറയുന്ന ഉമ്മ. അവസാനം പ്രവാസി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഉമ്മക്ക് എന്നാ വേണ്ടിയേ? മോനെ എനിക്കൊന്നും വേണ്ടടാ, അവസാനമായി കണ്ണെടുക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട മോനൊന്ന് കണ്ടാ മതി. അകലക്കിനാവിൻ്റെ ഉമ്മറത്തെന്നും അരികിൽ വായെന്നോതി മാടി വിളിക്കവേ, അത് കേട്ടൊരടിയും ചലിക്കുവാൻ കഴിയാതെ അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നു പോയി, അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നു പോയി. എനിക്കൊന്നും വേണ്ട, ഇന്നൊന്ന് കണ്ണു നിറച്ച് കണ്ടാൽ മതി. അതാണ് പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ. സുഹൃത്തുക്കളെ, ഉപ്പയും അങ്ങനെ തന്നെയാണ്. ഉപ്പയും ഉമ്മയും ഒരേ വിലയുള്ളവരാണ്. പക്ഷേ ഇസ്ലാം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും കടപ്പെട്ടിരിക്കേണ്ടത് ആരോടാണെന്ന് സ്വഹാബിമാരുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ഉമ്മുക്ക, നിന്റെ ഉമ്മയോട് വീണ്ടും ചോദിച്ചു സ്വഹാബി. പിന്നെ ആരോടാണ്? ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. പ്രവാചകരെ, പിന്നെ ആരോടാണ്? ഉമ്മുക്ക. മൂന്നാമതും പറഞ്ഞത് ഉമ്മയോട്, ഉമ്മയോട്, ഉമ്മയോട്. പക്ഷെ ഉപ്പാന്റെ വില താഴ്ത്തിയതല്ല, ഉമ്മാന്റെ വില കൂട്ടിയതാവണവിടെ. ഉമ്മാന്റെ വില ഉപ്പാന്റെ വില താഴ്ത്തിയതല്ല. ഉപ്പയും അങ്ങനെ തന്നെയാണ്, ജീവിതത്തിന്റെ എല്ലാം നമുക്ക് സമർപ്പിച്ചവരാണ് ഉപ്പ. അതുകൊണ്ട് രാത്രി കിടക്കാൻ നേരത്ത് ഈ ഉമ്മയും ഉപ്പയും നമ്മളെല്ലാം ഉറങ്ങിയാൽ സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ, ഉമ്മ ഉപ്പാനോട് പറയും, എന്താണെന്നറിയോ? നോക്കുന്ന് നമ്മളെ മക്കൾക്ക് നമ്മളെ കണ്ടുകൊണ്ടായിരിക്കുന്നു, നമ്മളെ ഇപ്പോ തീരെ ഇഷ്ടമില്ലാതായിരിക്കുന്നു. ഇന്നലെയും നമ്മളെ മക്കള്, നിങ്ങളെ മോനും നിങ്ങളെ മോളും
നമ്മളെ ഈ സാന്നിധ്യം, നമ്മളെ ഈ കാഷ്ടവും മൂത്രവും അവർക്കൊരു പ്രയാസമാവുന്നുണ്ട്. നമ്മൾ കക്കൂസിൽ പോകുന്നത് പ്രയാസമാവുന്നുണ്ട്, നമ്മൾ വൃത്തിയിടാക്കുന്നത് പ്രയാസമാവുന്നുണ്ട്. അവരെ മക്കളെയൊന്നും നമ്മളടുത്ത് പറഞ്ഞേക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നേരെ തിരിച്ച് ഉപ്പ ഉമ്മാനോട് പറയും, ഇനി പറഞ്ഞ ശരിയാ, ഞാനും അത് ശ്രദ്ധിക്കുന്നുണ്ട്. പടച്ചോനെ അവർക്ക് പ്രയാസമാകുന്നതിന് മുമ്പ് ഈ ലോകത്തുനിന്ന് ഞങ്ങളെ അങ്ങ് മരിപ്പിക്കണമേ അല്ലാ എന്നൊരു പ്രാർത്ഥന എങ്ങാൻ അവർ പ്രാർത്ഥിച്ചു പോയാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സന്തോഷം അതോടുകൂടി ഇല്ലാതായിപ്പോ. ഉമ്മാന്റെ ശാപം, ഉമ്മാന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരെങ്ങാൻ പ്രയാസപ്പെട്ടുകൊണ്ട് ആ വീട്ടിൽ വീണാൽ നമ്മളെ വീട് അതോടുകൂടി കത്തിച്ചാമ്പലായി പോകും. അതോടുകൂടി അള്ളാഹുവിന്റെ അനുഗ്രഹവും സന്തോഷവും പൊരുത്തവും അനുഗ്രഹവും എല്ലാം ഇല്ലാതായി പോകും. അതുകൊണ്ട് ആ കണ്ണുനീർ തുള്ളി അവിടെ വീഴരുത്. ഉമ്മാന്റെ പൊരുത്തക്കേട് അവിടെ കിട്ടരുത്. ഉമ്മാന്റെ സ്നേഹവും സന്തോഷം, പൊരുത്തം, പ്രാർത്ഥന എല്ലാം നമുക്ക് വേണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എന്ത് പ്രയാസം ഉണ്ടായാലും, എത്ര ഉയരത്തിലെത്തിയാലും, എത്ര ഉന്നതിയിലെത്തിയാലും, എത്ര സന്തോഷത്തിലാണെങ്കിലും, എത്ര വെറുപ്പിലാണെങ്കിലും ആ ഉമ്മാനെ ഉപ്പാനെ നിങ്ങൾ വെറുക്കരുത്. അവരെ നിങ്ങൾ പൊന്നുപോലെ സ്നേഹിക്കണം. എന്താണ് അവർക്ക് വേണ്ടത് അത് നിങ്ങൾ മേടിച്ചു കൊടുക്കണേ. എപ്പോഴും അവരോടൊപ്പം നിങ്ങൾ ചേരണേ. മാഷാ അല്ലാ, ആ ഉപ്പാന്റെയും ഉമ്മാന്റെയും സ്നേഹം കിട്ടി, സന്തോഷം കിട്ടി, പൊരുത്തം കിട്ടി, അവരെ കവിളത്തൊരു ഉമ്മ കൊടുത്ത്, അവരെ തലേന്നൊരു പേനൊക്കെ കിള്ളി, അവരെ നടുത്തിരുത്തി ഒരു പാട്ടൊക്കെ പാടി, അവരെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി സന്തോഷാശ്രു വീണാൽ ആ സന്തോഷാശ്രു നിങ്ങളെ കൈകളിൽ ആക്കിയാൽ ആ വർണ്ണങ്ങളിൽ സ്വർഗം കാണാൻ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാടോ സ്വർഗം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ മഹത്തായ വാക്യം, സ്വർഗ അനുഭൂതി ആ സന്തോഷാശ്രുവിൽ നമുക്ക് കാണാൻ അല്ലാഹു ഇതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞത് ഓരോ കാര്യവും നിങ്ങൾക്ക് ഓർമ്മ വേണം. ആദ്യമായി നമ്മൾ ശുക്ർ പറഞ്ഞു, ദിക്ർ പറഞ്ഞു. നമ്മൾ അള്ളാഹുവിനോട് എന്ത് അനുഗ്രഹം കിട്ടിയാലും, എന്ത് ഇബാദത്തുകൾ ചെയ്താലും നമ്മൾ അതിന് പറയണം റബ്ബന തഖബ്ബൽ മിന്ന. അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പുനർനിർമ്മിച്ചപ്പോ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബന തഖബ്ബൽ മിന്ന. പഠിച്ചോനെ ഇത് സ്വീകരിക്കണേ അല്ലാഹ്. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കണം. റബ്ബന തഖബ്ബൽ മിന്ന. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ്, ദുആ അദ്ദുആഉ സിലാഉൽ മുഅ്മിൻ, തൗബ ചെയ്യുന്നൊരു മനസ്സ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ടവരായി തീരുന്നു അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നവർക്ക്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പകർത്തി വരുമ്പോൾ മാഷാ അല്ലാഹ്, അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സൽക്കർമ്മമായി, സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയായി, വെളിച്ചമായി അത് മാറിയാൽ ഈ കുടുംബ സംഗമം വിജയിച്ചു. അൽഹംദുലില്ലാഹ്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൊട്ടു മുമ്പ് ഞാൻ നിർത്തുന്നില്ല, നിങ്ങൾ ബേജാറണ്ട. ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കുട്ടിയെ നമുക്ക് അനുമോദിക്കാനുണ്ട്. എന്തായാലും ഞാൻ അവസാനിക്കുന്ന മുമ്പ് ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. ഒരു 10 മിനിറ്റ് ഞാൻ എടുത്തോട്ടെ. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിവിടെയുണ്ട്, അഷ്റഫ് കെ ഉണ്ട്, അസീസ് കെ ഉണ്ട്. അവരൊക്കെ നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ എല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും മാറ്റി ഏറെ സന്തോഷവാന്മാരും സന്തോഷവതികളുമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ മരിക്കും പ്രിയപ്പെട്ടവരെ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. ഈ നവാസ് പാലേരി എന്ന് പറയുന്ന ആള് ചിലപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, പഠിച്ചോനെ ഈ കോട്ട്, ഈ കണ്ണട, ഈ ശരീരത്തിലെ മറ്റ് കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ സ്വന്തം ഉപയോഗിച്ചതാണ്. ഞാൻ ഇന്ന് കുളിച്ച് മുടിയൊക്കെ ചീകി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കണ്ണടൊക്കെ വെച്ച് ഇങ്ങോട്ട് വരുമ്പോ വേറെ ആരും എന്നെ സഹായിച്ചിട്ടില്ല. പക്ഷേ ഈ ഡ്രസ്സ് ആരാണ് അഴിച്ചു മാറ്റുക? ഈ കണ്ണട ആരാണ് എടുത്തു മാറ്റുക? എന്റെ അവസാനത്തെ നമസ്കാരം ആരാണ് നമസ്കരിക്കുക? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡ്രസ്സ് വെച്ച അലമാരയിൽ, ടെക്സ്റ്റൈൽസിന്റെ അലമാരയിൽ എന്റെ കഫൻ കൂടെ ഉണ്ട് എന്ന് എത്ര പേർക്കറിയാം? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. നമ്മൾ മരിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. നിങ്ങൾ മരിക്കും എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഓരോ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും. എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ? ആറടി മണ്ണിലന്ത്യം, പിന്നെ എന്തിനി ദുനിയാവ് സ്വന്തം? നിന്നെ പിണഞ്ഞുള്ള ബന്ധം എല്ലാം
ഒരു നിമിഷത്തെ സുഗന്ധം. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്. അവധിയടുത്ത് കഴിഞ്ഞാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാ അന്ത്യമായ യാത്ര നീ തിരിക്കും. അവസാന വേദന നീ സഹിക്കും. 6 അടി മണ്ണിൽ അലിഞ്ഞു ചേരും. ആരും സഹായത്തിനില്ലാതെ പോകും. ഒറ്റ വീർപ്പ് നിന്നു പോയാൽ തീരുമാഹങ്കാരം. ഒക്കെയും പടച്ച റബ്ബിൽ തേട് സാദാ നേരം. തൊട്ടിലിൽ നിന്നും തുടങ്ങി കട്ടിലിൽ മാടങ്ങും. തെറ്റ് ചെയ്തോർക്കന്ന് റബ്ബിൻ ശിക്ഷയും കൂടും. അഹങ്കാരക്കാരൻ അഴിമതി വീരൻ ആരോടും ചൂളാത്ത ശൂരൻ. സമരക്കാരൻ അമരക്കാരൻ സമരക്കാരൻ അമരക്കാരൻ. അസ്രായീലിന്റെ മുന്നിൽ നിസ്സാരൻ. അസ്രായീലിന്റെ മുന്നിൽ നിസ്സാരൻ. കുളിപ്പിച്ച് കോടി പുടവയിൽ മൂടി കർപ്പൂരം പനിനീരും ചൂടി. നമസ്കരിക്കും സമസ്കരിക്കും നമസ്കരിക്കും സമസ്കരിക്കും. സമയം വരെയും അന്നാളുകൾ കൂടും. സമയം വരെയും അന്നാളുകൾ കൂടും. ബന്ധുക്കളെത്തി മയ്യത്തെടുത്ത് ഇരുളാർന്ന ഖബറുള്ളിൽ താഴ്ത്തും. ഇണയതുമില്ല തുണയതുമില്ല. ഇണയതുമില്ല തുണയതുമില്ല. അന്നേരമാരും സഹായത്തിനില്ല. സമയം വരെയും അന്നാളുകൾ കൂടും. അന്നേരം ആരും സഹായത്തിനില്ല. ആരും സഹായത്തിനില്ലാത്ത ഞാനും എൻ്റെ സൽക്കർമ്മങ്ങളും മാത്രം, എൻ്റെ സാലിഹായ മക്കളും മാത്രം കൈമുതലാക്കി സന്തോഷത്തോടുകൂടി സ്വർഗത്തിൽ കിടക്കുന്ന ഒരു സമയം വരാനുണ്ട് നമുക്ക്. മരണം. അങ്ങനെ ലോകത്ത് ആരെങ്കിലും മരിക്കാതെ ബാക്കിയായിരുന്നുവെങ്കിൽ അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞാനെ. സമ്മതമാണെങ്കിൽ റൂഹ് പിടിക്കാനും സമ്മതമില്ലെങ്കിൽ കണ്ട് മടങ്ങാനും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ആ മനോഹരമായ ജീവിതത്തിന്റെ ഏറ്റവും പര്യവസാനം നമുക്കറിയാം. എങ്ങനെയാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് അല്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് എന്തുണ്ട് എൻ്റെ കയ്യിൽ? എന്തെങ്കിലും നന്മ, ഒരു ദിവസം ഒരു നന്മ ഒരാൾക്ക്, എനിക്കല്ല, എൻ്റെ ഭാര്യക്കല്ല, എൻ്റെ മക്കൾക്കല്ല, അതെല്ലാം വേണം. അതിനേക്കാളും അപ്പുറത്ത് എൻ്റെ ജീവിതത്തിൽ ഒരാൾക്കൊരു നന്മ ചെയ്യാൻ എനിക്ക് സാധിച്ചാൽ, ഒരു ദിവസം ഒരു നന്മ. രാത്രി കിടക്കുമ്പോ ഒന്ന് ആലോചിക്കുക, ഹാസിബു, ഒരു കണക്ക് കൂട്ടൽ. എനിക്ക് എല്ലാ കണക്കും അറിയാം, പക്ഷേ എൻ്റെ ഉള്ളിലെ എൻ്റെ ഇബാദത്തുകൾ, എൻ്റെ നന്മകളുടെ കണക്ക് എനിക്കറിയില്ല. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കണക്ക്. എൻ്റെ ക്ലിയർ ആണോ? എൻ്റെ നമസ്കാരമൊക്കെ ക്ലിയർ ആണോ? എൻ്റെ സ്വഭാവം ശരിയാണോ? ഞാൻ എത്ര പേരോട് മിണ്ടാതിരിക്കുന്നുണ്ട്? ഞാൻ എത്ര പേരോട് അനങ്ങാതിരിക്കുന്നുണ്ട്? എത്രയോ പേരോട് ഞാൻ ഇപ്പോഴും വെറുപ്പ് വെച്ച് നിൽക്കുന്നു. എൻ്റെ ഉള്ളിൽ അസൂയയുണ്ട്, പകയുണ്ട്, വിദ്വേഷമുണ്ട്. ഞാനടക്കം, എൻ്റെ പ്രിയപ്പെട്ടവരടക്കം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്. വെറുപ്പുണ്ടെങ്കിൽ സ്വർഗത്തിൽ നമ്മൾ പോവല. അസൂയ അത് പാടില്ല. അൽ ഹസദു യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഖതബ. തീ വിറകിനെ തിന്നുന്ന പോലെ അസൂയ നന്മകൾ തിന്നു കളയും. നിങ്ങൾ നോക്ക്, നമ്മൾക്ക് എത്ര സമ്പത്തുണ്ട്, എത്രയോ ബാങ്ക് ബാലൻസ് ഉണ്ട്. പക്ഷെ ഈ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിൽ
രണ്ട് മീസാൻ കല്ലുകൾക്കിടയിൽ ആരൊക്കെയാ കിടക്കുന്നത്? ഈ നാട്ടിലെ പൗരപ്രമാണിമാര്, സമ്പന്നര്, എല്ലാവർക്കും ഇപ്പൊ 6 അടി മണ്ണേ ഉള്ളൂ. അവരെ ആസ്തി എന്ന് പറയുന്നത് ആ ഖബറിന്റെ ഉള്ളിലെ ആ മീസാൻ കല്ലുകൾക്കിടയിലുള്ള സ്ഥലം മാത്രമാണ്. അതും പള്ളിക്ക് എന്തെങ്കിലും പുരോഗതി വേണമെങ്കിൽ, പള്ളിക്ക് എന്തെങ്കിലും പറമ്പെന്തെങ്കിലും ക്ലിയറാക്കണമെങ്കിൽ അതും പോവും. പള്ളിപ്പറമ്പിലെ കാട്ടിനുള്ളിൽ അവരെത്ര പേരുണ്ടാക്കൂരിരുട്ടിൽ അവരാരെന്ന് ഓർക്കാറുണ്ടോ നമ്മൾ? അവിടെ ചെന്നൊരു തുള്ളി കണ്ണീരൊഴുക്കാറുണ്ടോ? നമ്മുടെ മാതാപിതാക്കളുണ്ടാ കാട്ടിൽ, നമ്മുടെ കൂട്ട് കുടുംബക്കാരുണ്ടതിൽ, അവരിന്ന കല്ലറയിൽ നമ്മെ വിട്ട് 6 അടി മണ്ണിനുള്ളിൽ. അതുകൊണ്ട് നമ്മളെ മനസ്സിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ പോയി അസ്സലാമു അലൈക്കും വിയാദിച്ച പത്തുംച്ച ഉമ്മ ഉപ്പ, ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണേ, എനിക്ക് മാപ്പ് തരണേ. നമ്മൾ താണുപോലെ നമ്മൾ ഉയരുകയാണ് ചെയ്യുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തെറ്റുകളും മാപ്പ് ചെയ്തുകൊണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ദിക്ർ ചെയ്തുകൊണ്ട്, ദുആ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മുടെ ജീവിതം സംശുദ്ധമാക്കുക. ഈ മനോഹരമായ കുടുംബ സംഗമം, ഈ മഹല്ലിന്റെ സ്നേഹ സംഗമം, ഇന്ന് കേട്ട എല്ലാ കാര്യങ്ങളും ഒന്ന് വിടാതെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിച്ചാൽ, ഈ കുടുംബ സംഗമം എന്തിനാണോ വെച്ചത്, ആരാണോ വെച്ചത്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ അതിന്റെ തക്കതായ പ്രതിഫലം കിട്ടും. കാരണം അവർ ചെയ്തത് വലിയൊരു അമലാണ്, ഒരു വലിയ കാര്യമാണ് അവർ ചെയ്തത്. മാസങ്ങളോളം നിങ്ങളെ വിളിച്ച് പരിപാടി വെച്ച്, യോഗം വെച്ച്, പിന്നെയും വിളിച്ച് എന്നിട്ട് നിങ്ങളെ എത്തിച്ച് ഈ പരിപാടിയിൽ നിങ്ങളെ പങ്കെടുപ്പിച്ച് നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്ന് സന്തോഷത്തിൽ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകൂടി ചെയ്താൽ അൽഹംദുലില്ലാഹ് ഇവർക്കൊക്കെ സന്തോഷവും നമുക്കൊക്കെ സന്തോഷവും. അള്ളാഹു ഈ കൂടിയിരുന്നതും കേട്ടതും കണ്ടതും മനസ്സിലാക്കിയതും എല്ലാം അള്ളാഹു ഏറ്റവും നല്ല ഇബാദത്തായി, ഏറ്റവും നല്ല സൽക്കർമ്മമായി പരിഗണിക്കട്ടെ. നമ്മൾ കേട്ടതും കണ്ടതും ഒക്കെ അത് പ്രാവർത്തികമാക്കാൻ, അത് ജീവിതത്തിൽ വെളിച്ചമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, ഉമ്മാനെയും ഉപ്പാനെയും സ്നേഹിക്കാനും, ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഊഷ്മളത നിലനിർത്താനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബ സംഗമത്തിന്റെ അവസാനത്തെ സെഷനാണിത്. നമ്മൾ പ്രിയപ്പെട്ട ഒരു കുട്ടിയെ അനുമോദിക്കാൻ ഇവിടെ ഇരിക്കുകയാണ്, ബാക്കിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മഹല്ല് പഠനങ്ങൾക്ക് പുറമെ പാഠ്യേതര വിഷയങ്ങളിലും ഈ മഹല്ല് സംവിധാനത്തിലെ ഓരോ പ്രിയപ്പെട്ടവരെയും അനുമോദിക്കാനും ആദരവ് നൽകാനും പ്രിയപ്പെട്ടവർക്ക് എല്ലാ സഹായം എത്തിക്കാനും ഈ മഹല്ല് മുൻപിലുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ മഹല്ലിന്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനും മഹല്ലിലെ പ്രസിഡന്റും അതിന്റെ ഭാരവാഹികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ ഹൃദയം ഒന്ന് വീണ്ടും ഒന്ന് കൂടിച്ചേരാൻ, ഹൃദയൈക്യം കൂടുതൽ പങ്കുവെക്കാൻ, മഹല്ല് സംവിധാനത്തിൽ ഐക്യം അതാണ് പ്രധാനം. നമ്മളെ ചുറ്റുവട്ടത്ത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അനൈക്യത്തിന്റെ ശബ്ദങ്ങളാണ്. നമുക്ക് വേണ്ടത് ഐക്യമാണ്. പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയിച്ചതാണ്, സെക്രട്ടറി എന്ന് നമ്മൾ നിശ്ചയിച്ചതാണ്. അവര് നിങ്ങളെ നയിക്കാനുള്ളവരാണ്, നിങ്ങൾക്ക് വേണ്ടി ഈ മഹല്ലിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ളവരാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ച് ഉള്ളു തുറന്ന് മഴവില്ലിന്റെ 7 നിറം പോലെ, സപ്തസ്വരം പോലെ, മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ നമ്മൾ ഒന്നായി തീരുമ്പോ, ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോ നിങ്ങൾക്ക് പറയാം, എന്തും പറയാം, തുറന്നു പറയാം. പ്രയാസങ്ങളും സന്തോഷവും ദുഃഖവും എല്ലാം അയവിറക്കാൻ മഹല്ല് ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ ഉണ്ട്. അതിനുള്ള കെൽപ്പും അതിനുള്ള ശക്തിയും അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ഉസ്താദന്മാർക്കും നമ്മളെ പ്രിയപ്പെട്ട മഹല്ല് ഭാരവാഹികൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഈ കമ്മിറ്റി ഈ മഹല്ലിനെ നയിക്കാനുള്ള ഒരു പുതിയ തലമുറകൾ ഇതുവഴി വളർന്നു വരട്ടെ. ആ തലമുറകൾ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന തലമുറകളായി അള്ളാഹു അവരെ മാറ്റട്ടെ. നമ്മളെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാസലഹരിയിൽ, ഈ മയക്കുമരുന്നിൽ, കള്ള് കഞ്ചാവ് പോലുള്ള തിന്മകളുടെ പടുകുഴിയിൽ നമ്മളെ മക്കളൊക്കെ പെട്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹു നമ്മളെ ആ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ പ്രിയപ്പെട്ട കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമ്മൾ നല്ല ഇണകളെയും തുണകളെയും
അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭാര്യാഭർത്താക്കന്മാരെ പഠിച്ചോനെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത് ദീനാണ്. ദീനുള്ള നല്ല മക്കളെ നിങ്ങളെ മക്കൾക്ക് നീ നൽകണേ അല്ലാഹ്. അവരുടെ വിദ്യാഭ്യാസത്തിൽ ഉയർന്ന നിലവാരം പുലർത്താൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഈ മഹലിന്റെ കെട്ടുറപ്പും ഭദ്രതയും നാൾക്ക് നാൾ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണമേ തമ്പുരാനെ. നാളെ പരലോകത്തിൽ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ മലക്കുകൾ വിളിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് വിളിക്കുമ്പോൾ ഒരുമിച്ച് അണിചേർന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് അല്ലാഹുവിന്റെ അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും പ്രവാചക പരമ്പരകളും സാലിഹീങ്ങളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും നേതാക്കന്മാരും അധ്യാപകരും ഉസ്താദന്മാരും സുഹൃത്തുക്കളും മാതാപിതാക്കളും എല്ലാം അണിയണിയായി ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ ലിഖാ നമ്മളിങ്ങനെ കാണുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിച്ചു കുടിച്ചുകൊണ്ട് സിറാത്ത് എന്ന പാലവും കടന്ന് സ്വർഗത്തിലേക്ക് പോകാനുള്ള ആ വിളിയും കേട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പ്രയാസമനുഭവിക്കുന്ന ഗസയിലെ ഫലസ്തീനിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് കൂടുതൽ സ്ഥൈര്യവും ധൈര്യവും കൂടുതൽ കരുത്തും മാനസിക സന്തോഷവും അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയവർക്ക് ഷഹീദിന്റെ പദവി നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഫലസ്തീനിലെ ഗസയിലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വിജയവും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ബൈത്തുൽ മുഖദ്ദസ് നമ്മുടെ ആ മനോഹരമായ ആദ്യത്തെ ഖിബ്ല അത് അള്ളാഹു മോചിപ്പിച്ച് നമുക്ക് നൽകുമാറാകട്ടെ. സന്തോഷവും സമാധാനവും ലോകത്തെല്ലാം പൂത്തുവിരിഞ്ഞ് പരിമളം പരക്കട്ടെ. ഈ നാട്ടിലെ സഹോദരി സഹോദരന്മാർ, സഹോദര മതസ്കരായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും നല്ല ഒരു ഐക്യത്തിന്റെ വേദി അല്ലാഹു ഈ ഭൂമുഖത്ത് ഈ പ്രദേശത്ത് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്. റബ്ബി റഹംഹുമാ കമാ റബ്ബൂനാ സിഗാറ. റബ്ബന ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. ഈ മനോഹരമായ പരിപാടിക്ക് ശബ്ദ സംവിധാനം നടത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഈ പ്രദേശത്തൊക്കെ നമ്മൾ വരുമ്പോൾ ആ സുഹൃത്താണ് നമുക്ക് ശബ്ദ സംവിധാനം നൽകി തരുന്നത്. മാസ്മരികമായ അദ്ദേഹത്തിന്റെ വിരൽ സ്പർശത്തിലൂടെയാണ് നിങ്ങളെ കർണപുടങ്ങൾക്ക് ശബ്ദം മനോഹരമായി തീരുന്നത്. ആ പ്രിയപ്പെട്ട സുഹൃത്തിനും അതിന്റെ ഓപ്പറേറ്റർക്കും സന്തോഷം അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. ഈ പരിപാടിക്ക് ഇരുന്നും നടന്നും പ്രാർത്ഥിച്ചും കൈവിരൽ തൂണ്ടിയും സാന്നിധ്യമരുളിയും നമ്മോടൊപ്പം ചേർന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവർക്കും ഭക്ഷണം നൽകിയവർക്കും എല്ലാവർക്കും ഓരോരോ സഹായം നൽകിയവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എന്നെ ക്ഷണിച്ച മുസഹാജിക്കാക്കും ഇതിന്റെ മഹല്ല് പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ട്രഷററോടും ഇതിന്റെ ഭാരവാഹികളോടും ഇത്രയും നേരം കണ്ണും കാതും കൂർപ്പിച്ച് എല്ലാം കേട്ടിരുന്ന എല്ലാം സഹിച്ചിരുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും സന്തോഷം വരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.